തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി നർത്തനം തുടരൂ മോഹിനി ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മതാലസയായി ഇന്നിൽ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി നർത്തനം തുടരൂ മോഹിനി ഭാവനകൾ നവചേതനകൾ ചിറകുവിടർത്തട്ടെ ഭാവനകൾ നവചേതനകൾ ചിറകുവിടർത്തട്ടെ നിന്മതനൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ നിന്മതനൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ കാമിനി തുടരൂ പാദകനർത്തനം കവിനി തുടരൂ പാദകനർത്തനം ഇന്നിൽ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മതാലസയായി ഇന്നിൽ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി നർത്തനം തുടരൂ മോഹിനി പാട്ടടിപൊളിയായിരുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നവീൻ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടാണോ വന്നത്? ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങി ഞാൻ. അപ്പൊ എന്തോ വണ്ടി ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം നവീനെ ഇങ്ങനെ അടങ്ങി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇല്ല. ഇപ്പൊ ഞാനിത് ഒന്ന് ചെയ്തു നോക്കി എന്ത് സംഭവിക്കും പഠിച്ചിട്ടില്ല അല്ലേ? അത് കണ്ടപ്പോഴേ തോന്നി കളിക്കണുണ്ടോ. ഞാൻ ചോദിക്കട്ടെ, ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? സ്വാർത്ഥത. അനു, ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ സ്വാർത്ഥത. അതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാ? ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഒന്ന് പറയും. അനുവിന് പറയാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴെങ്കിലും സ്വാർത്ഥത തോന്നിയ എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഇഷ്ടംപടി. അതിൽ ഒരെണ്ണം എപ്പിസോഡ് മൊത്തം തരാൻ പറ്റില്ല, ഒരെണ്ണം മതി. ആലോചിച്ചെടുക്കട്ടെ. ആ മൂലിന് പോയിരുന്നിട്ടോ ചെല്ല്. മുട്ടയുടെ പരിപാടി അതൊന്നും പറയണ്ട. ഇവിടെ നടന്ന കാര്യം പറഞ്ഞാൽ മതി. അല്ലെ കഥാപ്രസംഗമൊക്കെ പറയും. ഇവിടെ നടന്ന കാര്യം പറഞ്ഞാൽ മതി. ശരി, നെൽസൺ ചേട്ടൻ എന്റെ എപ്പോഴും തല്ലുപിടിക്കുന്നവർ തമ്മിലാണല്ലോ. ശരി. സത്യം പറഞ്ഞ ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ അമ്മല പറയും. ഞാൻ ഈ സ്വാർത്ഥതയിലേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? നവീനും നമ്മുടെ അനുവും കൂടെയാണ് ഡാൻസ് ചെയ്തോണ്ടിരുന്നത്. ഇതിന്റെ ഇടയിൽ മാൻവി വന്നപ്പോണ്ടല്ലോ ഇവിടെ ഇടിച്ച് കേറിയിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ആരുടെ സ്വാർത്ഥതയുണ്ട്? ഒന്ന് നെൽസൺ ചേട്ടൻ, നവീൻ ചേട്ടൻ, ഞാൻ, മാൻവി, ഐശ്വര്യ. ഇത്ര ആൾക്കാരുടെ സ്വാർത്ഥതയുണ്ടല്ലേ? കുട്ടിക്ക് എപ്പോഴും സ്വാർത്ഥതയുടെ അർത്ഥം എന്താണെന്നറിയാം. ശരി, ഓൾറൈറ്റ്. ഏതായാലും അടിച്ച് പൊളിച്ചു ഇന്നത്തെ എപ്പിസോഡിന്റെ ഇൻട്രോ തന്നെ നമ്മുടെ ചേട്ടൻ പറഞ്ഞോ.
ഈ അടിച്ചുപൊളി എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഗ്രാൻഡ് ഒരു സക്സസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിനാണ് നമ്മുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലേ? പിന്നെ കൊട്ടവഞ്ചിയിൽ തൂങ്ങിയതൊക്കെ എന്ത് ക്ഷീണമെന്നുള്ള ഞങ്ങളല്ലേ അവിടെ ഓ സോറി, ഞാനൊരു അരയന്നത്തിനോട് വെള്ളരിപ്രാവിനെ പോലെ പക്ഷെ അരയന്നം വഴക്കിട്ടിരിക്കുന്നുണ്ട്, തല ഇങ്ങനെ അല്ല ഇത്തിരി ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിക്കും. എന്റെ ബെസ്റ്റ് ആംഗിൾ ഇല്ല. നന്നായിരുന്നു. കൊള്ളായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അല്ല ജിമ്മന്മാരും പിന്നെ ബുള്ളറ്റിൽ വന്നവരും ജീപ്പിൽ വന്നവരൊക്കെ അതിനേക്കാളും സൂപ്പർ ആയിരുന്നു. ജിമ്മന്മാരാണെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് എന്താ പറയുക നല്ല ഫീഡ്ബാക്സ് കിട്ടി. പിന്നെ എനിവേ താങ്ക്സ് ടു തമാർപട ടീം, പിന്നെ അതുപോലെ തന്നെ നെൽസൺ ചേട്ടാ. അല്ലല്ല ഒന്ന് പറയണമല്ല, ഇവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊർജം തന്നത് എനിക്ക്. അപ്പൊ ഇന്ന് ഷർട്ട് ഊരിട്ട് നിൽക്കാനാണ് ഉദ്ദേശം? അല്ല, എന്തെങ്കിലും വന്നാല്. ശരി, അപ്പൊ ഇതെല്ലാം പറഞ്ഞു വന്നത് ഈ അടിച്ചുപൊളി ഈ ഒരു മൂഡിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സക്സസ് സെലിബ്രേഷൻ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കാണാറുള്ളത് 100 എപ്പിസോഡ്സ് ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഒക്കെ. പക്ഷേ ഠമാർ പടാറ് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. 365ാമത്തെ ദിവസമാണ് നമ്മൾ ബമ്പ 365 ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ഒരു അവാർഡ് ഷോ ഒക്കെ കാണുന്ന പോലെ ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ. 365 സുധിക്ക് ഷഷ്ടി പൂർത്തിയും കൂടി ആയിരുന്നു അല്ലേടാ? ഇപ്പൊ ആയില്ലേ? എല്ലാവരുടെ ലൈസൻസിന്റെ കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരുടെ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് രേഖ ഇവിടെ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിന് സ്റ്റാർട്ടിങ് തന്നെ വയസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിലെല്ലാം ഇനി ചോദിച്ചാൽ കിട്ടൂല ഒന്നും. വയസ്സ് പറ, വയസ്സ്. ഇനിയിപ്പോ വയസ്സൊക്കെ അറിഞ്ഞിട്ട് എന്ത് കേടാണ് അവര് കല്യാണം കഴിച്ചു. അല്ലല്ല ഞാൻ വയസ്സ് പറയാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 40. എന്ത് വീട്ടു നമ്പറല്ല ചോദിച്ചത്. 40. ബാക്കി ചോദിക്കാൻ എല്ലാവരുടെ അടുത്തും എന്റെ മാത്രം അറിഞ്ഞിട്ട് വിഷമമുണ്ടോ? എന്നാ സാധിച്ചേട്ടൻ 70. എന്നാലേ ഇവരെക്കാളൊക്കെ മുതൽ നമ്മുടെ ടമാർപ്പടാറാണ്. 365 ദിവസങ്ങളെ പിന്നിട്ട് ഇനിയും എന്താ പറയാ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും പറയാൻ 1000, 2000, 3000 എപ്പിസോഡ്സ് ഒക്കെ ഇങ്ങനെ പോട്ടെ എന്നാ പറയണേ. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എപ്പിസോഡ്സ് ഇങ്ങനെ വാരിക്കോരി തരാം, പക്ഷെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ ഇങ്ങനെ എപ്പിസോഡ്സ് ആയിട്ട് ഇൻ റിട്ടേൺ നമ്മുടെ സന്തോഷം നമ്മൾ ഇങ്ങനെ നൽകുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ടമാർ പടാർ പവർഡ് ബൈ ഈസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് രണ്ടുപേരും കൂടെ ഇതും കൂടെ ആവുമ്പോ 4 ആവുമല്ലോ. അത് ഞാൻ എന്നെ തന്നെ തിരുത്തിയതാ. രണ്ടുപേരും കൂടെ എത്താൻ പോവാണ്. പോരെ ചേട്ടാ? അപ്പൊ ഇവർ രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും ഫ്ലവേഴ്സിന്റെ ഓൺ പ്രൊഡക്ട്സ് ആണെന്ന് വേണം പറയാനായിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് നമ്മുടെ സീതയിൽ നിന്നൊന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഗൾഫിലേക്കാ പോയെന്നാ പറഞ്ഞേ. പക്ഷെ ആ ഗൾഫ് എവിടെയായിരുന്നു എന്നുള്ള പുള്ളി വരുമ്പോ നമുക്ക് കൂടുതൽ ചോദിക്കാം. ലെറ്റ്സ് വെൽക്കം ദീപൻ. മാറിയിട്ടില്ലല്ലേ? ഞാൻ ചോദിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എവിടെ പോയാലും ചോദിക്കലാണ്. ആക്ച്വലി എന്നെ നിർത്തുന്നില്ല ആൾക്കാര്. എവിടെന്നോ നേരെ ഏതോ ഒരു ജയിലിൽ നിന്ന് ഓടി വരണ പോലെ ഉണ്ടല്ലോ. അല്ല, വേറൊരു കുടുംബത്തിലേക്ക് അങ്ങനെ സംസാരിച്ചാലേ അദ്ദേഹത്തെ ഇങ്ങനെ സംസാരം ഇങ്ങോട്ട് വരത്തില്ല. ഇങ്ങോട്ട് ഡയലോഗ് വരണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ. അല്ല, ഇത് കർണന് കവചം എന്റെ കൂടെ ഉണ്ട്. അതാണ് വേണം സംസാരിക്കാൻ. അല്ല, സത്യം പറ, നിങ്ങൾ ആ ക്രൂവിന്റെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു, പക്ഷെ നമ്മളൊക്കെ അറിയാമല്ലോ എല്ലാം. അപ്പൊ ദീപൻ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയോ പൂട്ടിയിട്ടൊരു ഫീൽ ഒക്കെ ആയിരുന്നല്ലോ. കൂട്ടിയിട്ടിരുന്ന് ചാടി ഇങ്ങ് പോകുന്നു. ചാടി പോകുന്നല്ല, പുറത്ത് ആയപ്പോ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ? കാരണം ഇത്ര നാളും ആൾക്കാരൊന്നും കാണാണ്ട് ഇപ്പൊ പബ്ലിക്കിനെയൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോ എന്താ ഫീൽ ചെയ്യണേ? ശരിക്കും ഫീൽ ചെയ്യുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് 58 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോയത്. ഹണിമൂൺ പീരീഡ് ഒക്കെ അവിടെ ആയിരുന്നു. ഒരു ക്യാമറ അതല്ല. അപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ കാണാത്ത പലതും പിന്നിൽ നടന്നോ? ക്യാമറ മാത്രമേ ആൾക്കാരായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ ഒരു ക്യാമറ ഞാൻ എന്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ചു. എന്നിട്ടൊന്നുമില്ല. എന്ത് ആകാംക്ഷ! ഉണ്ടോ? ഒരു ക്യാമറ ഭാര്യയായിട്ട് സങ്കല്പിച്ചെന്ന് പറഞ്ഞു. ആ ക്യാമറ ഇപ്പൊ ഉണ്ടോ? ജസ്റ്റ് പോർട്രേ ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഒന്നുമില്ല. അല്ല, ഞാൻ
ഞാൻ ചോദിക്കട്ടെ ഇതെന്തിനാ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ വല്ല മൊബൈലോ എനിക്കറിയില്ല ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് എനിക്കൊരു കുരിശ് പോലെ വീണ്ടും ഇട്ടു. അതെപ്പോഴും കാണുമല്ലോ, അതുകൊണ്ട് അങ്ങനെ. അല്ല അവിടെ ഒട്ടിപ്പിടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചത് എന്തിനിട്ട്. വേറൊരു കാര്യം, ഉറക്കം എണീക്കുമ്പോൾ രാവിലെ ഇടുന്ന സംഭവം ഇതാണ്. ഇത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ രാവിലെ തപ്പുന്നതും ഇതാണ്. ഇത് ഇവിടെ ഉണ്ടോന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ തിരിച്ച് ആ ഫീൽ തിരിച്ചു കൊണ്ടുവന്നു. ശരി, അപ്പോ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കിനെ ഒന്നും കാണാതെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുള്ള ഒരു ലൈഫായിരുന്നു കുറേ നാള്. അതിനുശേഷം പബ്ലിക്കിനെ ഫേസ് ചെയ്തപ്പോ എന്താ ഫീൽ ചെയ്തേ? പബ്ലിക്കിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്തായാലും ഒരു മോശപ്പേര് എനിക്ക് വന്നിട്ടില്ല അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്. ലക്ഷ്മി ഓൾറെഡി ഉള്ളപ്പോ പിന്നെ അത് പിന്നീട് വരേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഉള്ളത് പോയെന്നാ പറയേണ്ടത്. ശരിക്കും നിങ്ങളൊക്കെയാണ് അതിനകത്ത് കൊണ്ടിടേണ്ട കേട്ടോ. ഞങ്ങളെ ഞങ്ങൾ അത്രക്കാരല്ല. അല്ല, ചെന്ന് കഴിയുമ്പോൾ വലിച്ചീറി 4 ചോറിൽ ഒട്ടിച്ചു വെച്ചു. അല്ല ദീപ, കാരണം കണ്ടല്ലോ, അതല്ല, അതിനൊക്കെ നിയോഗിക്കപ്പെട്ട കുറെ പേരുണ്ട്. അല്ല ദീപ, ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു വന്നപ്പോ കുറെ പേർക്ക് ഇഷ്ടമായി എന്നാണ് ദീപം പറഞ്ഞത്. അപ്പൊ മുമ്പ് ഇഷ്ടായിരുന്നില്ലേ ദീപനെ? ഇഷ്ടമായിരുന്നു, പക്ഷേ നമ്മളെപ്പോഴും അറിയുന്നത് നമ്മളുടെ സീരിയലിലൊക്കെ ചെയ്തിരുന്ന ക്യാരക്ടറിന്റെ പേരല്ലേ. ഇപ്പൊ ഞാൻ സീത ചെയ്യുമ്പോൾ ഗിരി എന്നാണ് എല്ലാവരും അറിയുന്നത്. പക്ഷെ ഇപ്പൊ എവിടെ പോകുമ്പോഴും നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം പലർക്കും ഇപ്പൊ സീരിയൽ കാണാത്തവരാണെങ്കിലും അതുപോലെ TV പ്രോഗ്രാംസ് കാണാത്തവരാണെങ്കിലും ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മളെ പേര് വിളിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ദീപൻ എന്ന് വിളിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ ദീപ ഒരു ഡൗട്ട്, അതിപ്പോ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ മാത്രമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ടമാർപടാറിൽ വന്നപ്പോ എന്റെ പേര് ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടു. കാരണം ഇവിടെ ഒരു തുടക്കത്തിൽ നവീന്റെ ഒരു ഡാൻസ് ഉണ്ട്. നവീന് ഞാനോട് ഒരു സ്റ്റേജ് ഷോയിൽ ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് കരഞ്ഞു വിളിച്ചു പോയാൽ ഇവിടെ നർത്തനം തുടങ്ങും മോഹിനി എന്ന് പറഞ്ഞപ്പോ എവിടുന്നൊക്കെ അങ്ങ് സിരകളിലൂടെ അങ്ങ് മോഹിനി വന്നു. അതാണ് ടമാർപടാർ. പൊളിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്റെയും പറയണം. നമ്മുടെ ഷോ ടമാർപടാർ, അത് നമ്മുടെ ഷോ ടമാർപടാർ, അത് ഭയങ്കര ഒരു ഡാൻസ്. ഈ ഫാമിലിയിലേക്ക് എന്നെ വെൽക്കം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഫാമിലി ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് വീണ്ടും റിന്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ പറയട്ടെ, ഇതിന്റെ ഇടയിൽ ആരൊക്കെ എവിടെയൊക്കെ ഗൾഫിൽ പോയി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഇവിടുത്തെ പോലെ തിരിച്ചു വരുമ്പോ ഒരു നടയടി. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു മൈൻഡും ഇല്ല. എന്നെ ഇട്ടേച്ചു പോയതല്ല, ഞാൻ നോക്കത്തില്ല. അല്ല, ഞാൻ അവിടെ നോക്കിയായിരുന്നു നവീന്റെ കൂടെ നർത്തനം തുടങ്ങിയപ്പോ ഇറങ്ങി പോയോന്ന്. പക്ഷെ പോയില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് നവീൻ ഭായിയുടെ ആ ഒരു ഡാൻസിലേക്ക് ഒന്ന് പോവാണ്. ഒരു എനർജി ഇത്തിരി കൂടെ തരാനായിട്ട്, കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇത്തിരി കൂടുതലാണെന്ന് പറയാൻ വേണ്ടിട്ട് ആ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കൂ പ്ലീസ്. ഏത് സ്റ്റെപ്പ്? ഞാൻ പാടി തരണോ? നീ പറഞ്ഞ നർത്തനം. കാരണം ഇനി നിങ്ങൾക്ക് സ്റ്റേജ് ഷോസിൽ ഒരുമിച്ച് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനുള്ളതാ. നിന്നെ പറ്റി ഞാൻ പൊക്കി പറഞ്ഞു. ഇനി ഇല്ല, ഒരു മിനിറ്റ്. അത് ആ സമയത്ത് അങ്ങനെ വന്ന് കേറിയെന്നുള്ളു. അവന് എനിക്ക് തോന്നുന്നു ഈ 4 പെൺകുട്ടികളും കൂടെ അടുത്തതില് ആ സമയം തന്നെ ഉണ്ടാക്കി തരാം. ഇവനായിട്ട് കോമ്പറ്റ് ചെയ്യാൻ ഞാനില്ല, സത്യം ഇട്ടത്. പ്രശ്നം ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് തരാം. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന് ഡാൻസ് ചെയ്യാനായിട്ട് പെയറായിട്ട് അനു ബി റെഡി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവിടെ, അതായത് ദീപൻ കുറെ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് നമ്മൾ പുതിയ ആളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു പേരിനെ കൊടുത്താലോ, ഒരാളെ കൊടുത്താലോ, ഒരു ശരി, നമ്മുടെ ഫ്ലവേഴ്സ് സുന്ദരിയായിരിക്കണം. ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ആന്റി ഹീറോയിന്റെ എൻട്രി ആയിരിക്കും ഏറ്റവും അടിപൊളിയായിരിക്കും. അത് നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ നോക്കാം. ലെറ്റ്സ് വെൽക്കം സദൂജ. ഇവിടെ ദീപം പിണങ്ങും. ശരിക്കും കോസ്റ്റ്യൂം നോക്കിയിട്ട് നിങ്ങൾ തമ്മിലാണ് മാച്ച്. പക്ഷെ തൽക്കാലം പ്രയോറിറ്റി അവർക്ക്. വിഷമമുണ്ടോ? ഒരു വിഷമം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. നല്ല വിശേഷം. ഡാൻസ് ഒക്കെ കളിക്കോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഡാൻസ് ചെയ്യാനായിട്ട് ഇതാ പുതിയ 2 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരായിരിക്കും മെന്റേഴ്സ് കേട്ടോ. നിങ്ങളാണ് ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അയ്യോ ടീച്ചർ വേഗം വന്നാലും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു കെമിസ്ട്രി കാണിക്കേണ്ടത് നിങ്ങൾ നൃത്തച്ചൂടുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവരെ കളിപ്പിക്കുന്നതിലാണ് കാര്യം. ഇവരെ മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നടിയടി കിട്ടുക. ഓക്കെ, തുടങ്ങാം. സന്തോഷായി ഗോപിയേട്ടാ. കാരണം ഇവര് പഠിപ്പിക്കുന്നതുകൊണ്ട് ഡാൻസ് എന്തായാലും ആയിരിക്കുന്നവരൊക്കെ ഉറപ്പായി. ഓക്കെ, തുടങ്ങാം. മാഡം, സർ, ആർ യു റെഡി? ഓക്കെ, നെൽസൺ ചേട്ടാ പാടണം. ആ പാട്ട് തന്നെ. 2 വരി കൂടുതൽ പാടരുത്, ഇവര് കാടുകയറി പോവും. വേഗം ബ്രേക്ക് ഇടണേ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. തീരം തേടും തിരയുടെ പാട്ടി താളലയത്തിലുണർന്നു മതാലസയായി ഇന്നിൽ പ്രേമം നോക്കുന്നു എന്നേറ്റി താളലയത്തിലുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനീരിലേ നർത്തനം തുടരൂ മോഹിനി
ഇന്നിൽ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്ന മതാലസയായി ഇന്നിൽ പ്രേമം നോക്കും മുകളിൽ മേട്ടിൽ താളലയത്തിലുണർന്ന മലാസിനിയായി അല്ലല്ലോ, കുറുക്കന്റെ കണ്ട കോഴിക്കോട്ടിലാണല്ലോ. ഇത് അയലത്തെ അദ്ദേഹമാണ്. പാട്ടങ്ങോട്ട് സിരകളിൽ കേറുമ്പോഴേ വേറെ ഒന്നും നോക്കാറില്ല. അല്ല, എത്രാമത്തെ ദിവസം ഗൾഫിലേക്ക് പോയിന്നാ പറഞ്ഞേ? 58-ാമത്തെ അല്ലേ? അയ്യോ, എത്രയോ ദിവസമായി എല്ലാം മറന്നു ഞാൻ സത്യം പറഞ്ഞു. ഇവിടെ തീരുമാനമായി കോരി എടുത്തപ്പോ ഇനിയിപ്പോ ഒന്നും കൂടെ അതെ അതെ അത് കോരിയെടുത്തൊന്നല്ല അത് മാത്രം ആക്ച്വലി നവീനെ തന്നപ്പോ ഇല്ല അതല്ല കാര്യം അതല്ല നീ ഒരു നിമിഷം മ്യൂസിക് വിത്ത് ബോഡി ഷോ ആണെന്ന് വിചാരിച്ചല്ലേ? മിനിറ്റ് കാര്യം അതല്ല ബാ അന്ന് അനു കൊന്നേ അനു നീ മതി. ഈ കോരി എടുത്ത വേറെ ഒന്നും കൊണ്ടല്ല, കൊറേ പ്രാവശ്യം ഇങ്ങനെ പിടിക്കാൻ നോക്കി പറ്റണല്ലോ, ഈ മസിലോട്ട് ഇങ്ങനെ പറ്റാഞ്ഞിട്ട് നിവൃത്തിയില്ലാണ്ടപ്പോഴാ പിന്നെ കോരി എടുത്തിട്ട് അങ്ങോട്ട് പോയത്. എന്റെ നവീനെ അമ്പലൊക്കെ എടുത്തിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എങ്ങനെയാ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ പഠിച്ചോ? പഠിച്ചു. അപ്പൊ ഈ നവീൻ അനുവിനെ എടുത്ത് പൊക്കിയപ്പോ എന്തായിരുന്നു സാവിച്ചേട്ടാ തോന്നിയത്? അല്ല എനിക്കത് വലിയ കാര്യമില്ല, വയലിൻ വായിക്കണ പോലെ അവനെ കൊണ്ടുവന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മള് കളിക്കല്ലേ? അപ്പൊ ഇനി നമുക്ക് എക്സിറ്റ് ആവാം. അങ്ങനെ നടയുടെ ഒരു ഹാങ് ഓവറിലൊക്കെയാണ് ഇവർ നിക്കണേ. കണ്ടോ, ഇതാണ് ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും സംഭവം. എങ്ങനെയുണ്ടായിരുന്നു? വലിയ കളികൾ കഴിഞ്ഞു, ഇനി അടുത്ത വലിയ കളികൾ തുടങ്ങാൻ പോവുകയാണ്. ദേ നടയടി കഴിഞ്ഞപ്പോഴേ എന്താ പറഞ്ഞ, ഇനി ധൈര്യം കുറച്ചും കൂടെ കൂടി. അപ്പൊ ഇനി അതായത് ഇവിടത്തെ ഹൈ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പോണേ. സാമ്പിൾ മാത്രമാണ് ഇഞ്ചക്ട് ചെയ്ത് അങ്ങ് പോയി തുടങ്ങുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കും. അതെ അല്ലെ? എന്തോന്നി ഇതൊക്കെ ചെറുത്. അപ്പൊ ഇത് ചെറുത് വന്ന് പുള്ളി തന്നെ പറഞ്ഞത് കൊണ്ട് അടുത്ത നമ്മളൊരു പാട്ടിലേക്കാണ് ചുമ്മാ പറയുന്നതായിട്ട് ഇത് വെച്ചിട്ട് പണിയരുത്. ഇനി എന്താന്നുണ്ടെങ്കിൽ, കാരണം വലിയ കളികൾ കഴിഞ്ഞിട്ടാണല്ലോ വന്നേ, സിമ്പിൾ ആണ്. കുട്ടി പാട്ട് പാടുന്നു, താങ്കൾ ഡാൻസ് ചെയ്യുന്നു. പാട്ട് പാടി അത് കട്ട് ചെയ്തിടേണ്ടി വരും. അത് കട്ട് ചെയ്യണോ നമ്മൾ കേട്ടിട്ട് തീരുമാനിച്ചോളൂ അല്ലേ? യെസ്. ആക്ച്വലി എനിക്ക് ത്രോട്ട് ഏത് സോങ് കിച്ച് വെച്ചിട്ട് ഇത്തിരി മറ്റേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എന്തിനും മുറിവിനൊക്കെ മഞ്ഞളാണ് ഏറ്റവും നല്ലത്. അപ്പൊ മഞ്ഞൾ പ്രസാദം മതിയാവും. സാവിച്ചേട്ടാ മഞ്ഞൾ പ്രസാദം നല്ല പാട്ടാണ്. കുട്ടി ചെയ്യുന്ന സീരിയൽ അതായിരുന്നു. മഞ്ഞൾ പ്രസാദിന് എങ്ങനെ ഡാൻസ്? സ്ലോ ഡാൻസ്. ഹലോ, വലിയ കളികളും കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ വന്നേ. അപ്പൊ ഇത് സിമ്പിൾ ആണ്. യു ക്യാൻ ഡു. ഓക്കെ, കണ്ടോ? അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ പറയണില്ല. ദേശത്തില പ്രതികാര പാട്ടെന്നൊക്കെ പറഞ്ഞ പറയുമല്ല വേണ്ട, പാടണം. പറയും. പ്രതികാരമാണെങ്കിലും പണി മൊത്തം എനിക്കാണ്, പാട്ടൊന്നും അറിയില്ല. രണ്ടാമത്തെ കാര്യം ഏത് പാട്ട് പാടണമെങ്കിൽ ഈ ഒരു കെമിസ്ട്രിയാണ് നമ്മൾ നോക്കണ്ടേ. ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടും കൂടി ഇല്ല ഏതാ പാട്ടെന്ന്. ഓക്കെ, നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മള് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. കേളടി നിന്നെ ഞാൻ കെട്ടിയ കാലത്ത് 100ന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാളെ നിന്നെ ഞാൻ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിനാണ് എന്നെ നീരാട്ട്. ഇത് സരിത പാടിയതുകൊണ്ടല്ലോ നമ്മുടെ കൊച്ചുകുട്ടിയുടെ പാട്ട് വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. അപ്പൊ ഇനിയും കളിക്കണോ? ഇല്ല, വേണ്ട, എന്തായാലും നന്നായി വരും. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇവര് തുടങ്ങി വെച്ച സ്ഥിതിക്ക് നമുക്കൊരു ജാങ്കോ മോഡിൽ ഈ പാട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പാടിയിട്ട് ഇന്നത്തെ എപ്പിസോഡിലെ ഗെയിംസിലേക്കൊക്കെ പോവാം. അപ്പോ ഞങ്ങൾ ഇനി എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ഇത് പാടും, നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിന്നെ ഞാൻ കെട്ടിയ കാലത്ത് 100ന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാലെ നീ ഞാൻ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണ് എന്റെ നീരാട്ട് കണ്ണീരിലാണ് എന്റെ നീരാട്ട് കണ്ണീരിലാണ് എന്റെ നീരാട്ട്. ഒരു കാര്യം പറയട്ടെ, ഇതിനെക്കാൾ നന്നായിട്ട് പരിപാടിട്ടോ. Welcome to Tamar, Padar, Deepan and Sanuja. Yes. അപ്പൊ ഇനിയാണ് നമ്മുടെ ഗെയിമിലേക്ക്, നമ്മുടെ ഫൺ എലിമെന്റ്സിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ പോണേ. അപ്പൊ ഇനിയുള്ള പണികൾ നമ്മൾ പാഴ്സലായിട്ട് തരാം. താങ്ക് യു സോ മച്ച്. പ്ലീസ്. അപ്പൊ സനുജ സായി ചേട്ടൻ്റെ അടുത്ത്, താങ്കൾ ഇവിടെ നെൽസൺ ചേട്ടൻ്റെ അടുത്ത്. യെസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇനി നമ്മുടെ ടമാർ പടാറിന്റെ ഫ്ലോറിൽ
കുറച്ചു നേരം കളിയും ചിരിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അങ്കത്തട്ടാക്കാൻ പോവാണ്. ദീപൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും. ഏതായാലും ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവരെല്ലാവരും റെഡിയാണ്, നമ്മുടെ പ്രോപ്പർട്ടീസും റെഡിയാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇവർക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞു തരട്ടെ? കളിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കൊരു ശുഷ്കാന്തി ഇല്ലല്ലോ. പറയൂ. അല്ല, ദീപിനെ സംബന്ധിച്ചിടത്തോളം ദീപം പറയണേ ലക്ഷ്മി എല്ലാ ദിവസവും പറഞ്ഞല്ലേ തന്നെ ഗെയിം ഇന്ന് കാണിച്ചു തോന്നുന്നു. ഞാൻ പറയട്ടെ ചേട്ടാ, ഇന്ന് ഞാൻ കാവിലെ ഭഗവതിയെ പോലെ ഇങ്ങനെ സാരി കൊടുത്ത അറിയാണ്ട് ഉപമിച്ചു പോയതാ. പറയരുത് പ്ലീസ്. ഞാൻ അനുഗ്രഹിക്കും. ചെയ്ത് കാണിച്ചതിനൊരു ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ അവിടുന്ന്? എനിക്ക് വേണ്ടി, എന്റെ മാനം കാക്കാൻ എനിക്ക് വേണ്ടി. ഓക്കെ ഫൈൻ. എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രേ ഉള്ളൂ. ദീപ, അതായത് എനിക്കറിയാം വലിയ കളികളൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ഈ ഒരു ചെറിയ കളിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലക്ഷ്മി, എന്നെ കണ്ട മുതൽക്ക് തള്ളുന്നുണ്ട്. പുട്ടാണോ രാവിലെ കഴിച്ചത്? ഇല്ല, ഇവിടെ എന്ത് പുട്ടായിരുന്നില്ല, ഉപ്മാവായിരുന്നു. ഉപ്പുമായിരുന്നു. അപ്പൊ തള്ളിച്ചിരി കുറയ്ക്കണം പ്ലീസ്. ചേട്ടൻ എന്താ കഴിച്ചത്? ഞാനോ? ഞാൻ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ചിലപ്പോ ക്ഷീണം എനിക്കുണ്ട്. അതാണ്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം ഭയങ്കരമായിട്ട് മുഖത്ത് മാറ്റി തരാം. ഡോണ്ട് വറി കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ബേസ് മോഡൽ ഫോൺസിലേക്കൊക്കെ പോവാണെങ്കിൽ നോക്കിയായിട്ട് ഒരു 1100 ഉണ്ടായിരുന്നു. ബോറടിക്കുന്ന മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല ഞാൻ പറയണേ. ബോറടിക്കുന്ന സമയത്ത് അതിലൊരു ഗെയിം ഉണ്ടായിരുന്നു, സ്നേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. പാമ്പ് ഇങ്ങനെ ആപ്പിൾ കഴിക്കുന്ന ഒരു ഗെയിം. ആ ഗെയിമിന്റെ ഒരു കുട്ടി വേർഷനാണ്. പക്ഷേ മൊബൈലല്ല നമ്മളിവിടെ കൊടുക്കാൻ പോണേ. ഈ ഒരു ടണലാണ് കേട്ടോ. ഈ ഒരു തുരങ്കത്തിൽ കൂടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടി വരിക. ഒരാൾ ഇവിടെ നിൽക്കണം, ഈ ടണലിന്റെ ഫ്രണ്ടിൽ നിൽക്കണം, ഒരാൾ അപ്പുറത്ത് നിൽക്കണം. ഓക്കെ. എന്നിട്ട് ബസ്സിലടിക്കുമ്പോൾ 2 ബോൾസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് തരും. ഇവിടുന്നുള്ള ആള് അവിടുന്ന് വേഗം ഇങ്ങനെ എഴഞ്ഞ് മുട്ടിലഴഞ്ഞ് വന്നിട്ട് ഈ ബോൾ എടുക്കണം. ബോൾ എടുത്തിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് അവിടെ എക്സിറ്റ് ആയിട്ട് അവിടെ ഇടണം. അപ്പുറത്തെ ആൾ അറ്റ് ടൈം തന്നെ ഇവിടെ വന്നിട്ട് ഇതിൽ കൂടെ പോകണം. സോ ഇൻ ബിറ്റ്വീൻ ക്ലാഷസ് ഒക്കെ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒക്കെ പോലെ ഇരിക്കും. എങ്ങനെയാണെന്ന് ദയവ് ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് നശിപ്പിക്കരുത്, കാരണം എല്ലാവർക്കും കളിക്കേണ്ടതാണ്. ഓക്കെ. ഇനി ഇതെങ്ങനെയാണ് കൗണ്ട് ചെയ്യണേന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അതായത് 2 പേരും ഒരുമിച്ച് ഇടല്ല. ആദ്യം ആരാണോ ഇടുന്നത് അവരുടെ മാത്രമായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ മാക്സിമം സ്പീഡിൽ മുട്ടിലഴഞ്ഞിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. അതാണ് ഗെയിം. അങ്ങനെ 1-2 ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബലൂൺസ് എന്തിനാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് അത് വെറുതെ ചുമ്മാ ഒരു ടൈം പാസ്, നിങ്ങൾക്കൊരു രസമാവട്ടെ എന്ന് വിചാരിച്ച് പൊട്ടിച്ചാലും കുഴപ്പമില്ല. ഇനി ഒരു സുഖത്തിന്, ഒരു മനസ്സുഖത്തിന് നെക്സ്റ്റ് ആ പോയിന്റ് കിട്ടി. അപ്പോൾ വേറെ എന്തെങ്കിലും ദീപിന് എന്തോ ഡൗട്ട്സ് ഉണ്ടല്ലോ, പറയൂ. എന്ത് ഡൗട്ടാ ദീപ? ഒരാള് ബോൾ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അടുത്ത് കയറേണ്ടത് ഞങ്ങൾ തന്നെയാണോ അതോ? അല്ലല്ല, അടുത്ത് നമുക്ക് അടുത്ത്. അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പൊ ദീപനാണ് കളിക്കണം. എന്തായാലും കുളിച്ചിറങ്ങി. അപ്പൊ ദീപിന് കൂട്ടായിട്ട് ഞാൻ നമ്മുടെ സനൂജയെ വെൽക്കം ചെയ്യാണ്. സനൂജ, അപ്പൊ ഓപ്പോസിറ്റ് ടീമില് 2 പേരാണ് കളിക്കാൻ വരുന്നത്. കൊട്ടയ്ക്ക് കൊട്ട. ഓക്കെ. ദീപൻ സ്ഥലമൊക്കെ LKG പിള്ളേരെ പോലെ തല്ലൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ദീപൻ ഇവിടെയാണ് നിന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾ എടുത്ത് ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ യെല്ലോയിലാണ്. ആൻഡ് അറിയാലോ, ഈ ഓറഞ്ചിലാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്യണ്ടേ. എന്തെങ്കിലും ഒരു വൈക്ലബ്യം ഉണ്ടോ? ഇല്ല. പൊളിക്കും നമ്മള്. ഓക്കെ. അപ്പൊ ഈ പൊസിഷനാണ് നിങ്ങൾ കീപ്പ് ചെയ്യണ്ടേ. ഒരു കാര്യം മാത്രം പറയാനുള്ളൂ, ഈ ഒരു പ്രോപ്പർട്ടീസ് ദയവ് ചെയ്ത് പൊളിക്കരുത്, കാരണം 2-3 റൗണ്ട് നമുക്ക് പോകേണ്ടതാണ്, എല്ലാവർക്കും കളിക്കേണ്ടതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം സ്നേക്ക് മാസ്റ്റർ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദീപന് പോയിന്റ് നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നമ്മുടെ പാലിന് തീരുമാനിച്ചോട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്തൊറ്റി ആകെ ടെൻഷനായി പോയി. അടിപൊളിയായിട്ട് കളിച്ചു, പക്ഷെ ദീപന്റെ ബാസ്കറ്റിൽ കൊണ്ട് പാവല്ലേ ദീപൻ ചേട്ടൻ പിന്നാലെ അഴഞ്ഞു വരികയല്ലേ. ഞാൻ കൊടുത്തേക്കാം എന്റെ വക ഒരു പോയിന്റ് എന്നൊക്കെ. എന്ത് സംഭവിച്ച? അങ്ങനെ ചെയ്യരുത്. എങ്ങനെ ചെയ്യരുത്? ബാസ്കറ്റ് മാറിപ്പോയതാ. ബാസ്കറ്റ് മാറിപ്പോയതാ? ഞാനിട്ടത്. ശരി ദീപ, നാണക്കേടായി പോയിട്ടോ. ഇല്ല, പാവാ കുട്ടി കൊടുത്തു. അതല്ല ചോദിച്ചേ, എന്ത് പറ്റി? അല്ല, എനിക്ക് പറ്റിയത് നുഴഞ്ഞു കയറി അവിടെ കറക്റ്റ് ആയിട്ട് ബോൾ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഞാനാ മുന്നേ വന്നത്, പക്ഷേ പകുതി വെച്ചിട്ട് ബോള് വാനിഷ്ഡായി പോയി. ആ ബോൾ എവിടെ പോയി ഞാൻ ഇവിടെ വന്ന് നോക്കുക. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ബലൂൺ ഇട്ടേന്നുള്ളത്? മനസ്സിലായി. നമ്മള് കൊറേ റെഫറൊക്കെ ചെയ്തിട്ട്
ഒരു കാര്യം മനസ്സിലായോ? ആ എന്താണ്? വലിയ കാര്യങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങളാണ് വലുത്. അങ്ങനെയൊന്നുമില്ല. ഏത് പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റും. അപ്പൊ അബദ്ധം പറ്റി, സമ്മതിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും പോയിന്റ് ഇവിടേക്ക് തന്നെ കൊടുക്കാം അല്ലേ? ആവല്ലേ, ചെറുത്. ലക്ഷ്മി നന്നായിട്ട് കളിച്ച അവിടം വരെ കൂട്ടിയിടിച്ചപ്പോ ഒരു ചീറാപ്പ് വന്നതാ. അതുവരെ മര്യാദക്ക് കളിച്ചതായിരുന്നു, പിന്നെയാണ് റിലേ കട്ടായത്. കൂട്ടിയിടിച്ചപ്പോ സംഭവം പോയി. ഇല്ല ഷാജി ചേട്ടാ, ആസ്വദിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ചാൻസ് കൊടുക്കുന്നതാണ്, വീണ്ടും കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ധാരണ. പക്ഷെ നമ്മൾ ഇനി കൊടുക്കൂല. അപ്പൊ ഇതെല്ലാം വീണ്ടും തന്നാ ജയിക്കും. ഇല്ല, തരൂല കേട്ടോ, ബുദ്ധിമുട്ടാവും. ശരി, അപ്പൊ ഇതിലും സനൂജ ഗോട്ട് 1 point. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, മാനം കാത്തു. കുഴപ്പമില്ല, ഇനി പിള്ളേരെ ഇറക്കിയാൽ മതി. അടുത്ത കാവിലെ പാട്ട് മത്സരം. ഓക്കെ, ശരി. ഓക്കെ, അടുത്ത 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യട്ടെ. നിങ്ങൾ ഇങ്ങനെ അപമാനിക്കരുത്. അടുത്ത മത്സരത്തിൽ ഞാൻ കൂടെ നിൽക്കും. ശരി, അപ്പൊ അടുത്ത 2 പേരെന്ന് പറയുന്നത് സാജുചേട്ടന്റെ ടീമിൽ നിന്ന് നമുക്ക് സുധിച്ചേട്ടൻ, നെൽസൺ ചേട്ടന്റെ ടീമിൽ നിന്ന് നമുക്ക് അനുക്കുട്ടി. അടിപൊളി, എന്താ, ഓ അരെ വാ. അപ്പൊ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ സ്നേക് മാസ്റ്ററിന്റെ സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ സുധിച്ചേട്ടനും അനു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി, അടിപൊളി. ഇതാണ് 2 പെണ്ണുങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളി. ഓക്കേ, അവിടെ ഇരുന്നോ. അതൊക്കെ വന്നാ മതി. വാടാ. അല്ല, അത് പൂച്ചല്ലേ, തേടിയാ. വാടാ. ഒന്നൊന്ന് പോവാം. എന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ 2 പേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ബോഡി കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളാണ്, അതായത് ലീൻ ആയിട്ടുള്ളേ. എന്താ ഇത്? ഒന്ന് ഷാപ്പിലെ പൂച്ച, ഒന്ന് വീട്ടിലെ പൂച്ച. ശരി, ഇത് 2 ഷാപ്പിലെ പൂച്ചയാ. ചേച്ചി പോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്റെ ബോൾ അവിടെ കിട്ടിയില്ല. നോക്കുമ്പോ എന്റെ ബോൾ പുറത്താണ്. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ചെടുക്കാൻ പോയി. ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? വേറെ ടീമിലാണെങ്കിലും ലക്ഷ്മി ചേച്ചി പതുക്കെ പോവാവൂ, നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബോഡിക്കും പതുക്കെ പോയാലാണ് നല്ലതെന്നൊക്കെ. എന്നിട്ട് എന്താ ഉണ്ടായേ? അതാ എന്റെ ബോൾ പുറത്ത്. എന്തായാലും ചമ്മി നിൽക്കാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ലക്ഷ്മി ചേച്ചി അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് ശരിക്കും ടീമിന്റെ മാനം കാത്തിട്ടുള്ളത്. കാരണം ഇപ്പൊ 2 ടീമും ഈക്വൽ ആയിട്ടാണ് നിൽക്കണേ. സാക്ഷന്റെ ടീമാണെങ്കിലും നെൽസൺ ചേട്ടന്റെ ടീമാണെങ്കിലും സാറിന് വേർക്കുന്ന അറിയാം, കുഴപ്പമില്ല. നമ്മുടെ എപ്പിസോഡിൽ അടുത്തൊരു ഗെയിം പ്രത്യേകം വെക്കാൻ പറയാം കേട്ടോ. ഏതായാലും ഇപ്പൊ ടൈ ആയിട്ട് നിൽക്കണോണ്ട് നമ്മൾ ഒരു റൗണ്ടും കൂടെ പോവാണ്. അതിനുശേഷം നമുക്ക് റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യാം. അതല്ലേ അതിന്റെ ഒരു ഇത്? അതെ. മാൻവിയുടെ അഭിപ്രായം അങ്ങനെ തന്നെ വേണം. എങ്ങനെ തന്നെ? ഒന്നും കൂടെ കളിക്കണം. വേറെ ആൾക്ക് നല്ല ആൾക്കാർ കളിക്കണം. കുട്ടി ഒഴിഞ്ഞേരാന്ന്. ശരി, ഓക്കെ. എന്തോ ഞാനിങ്ങനെ ടയേർഡായി കളി. തോറ്റോണ്ട് മാൻവിയല്ല, തോൽവി. എനിക്ക് വേണ്ടി തോറ്റു തന്ന മാൻവിക്ക് എന്റെ ചെറിയൊരു സമ്മാനം. വെള്ളപ്പിഴക്ക് ഇങ്ങനെ അതുകൊണ്ടാ. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിനറിയാം ആരായിരിക്കും ജയിക്കാൻ പോണെന്ന്. സ്നേക് മാസ്റ്ററിന്റെ ഫൈനൽ റൗണ്ട് കഴിക്കാൻ. ആർ യു റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവിടെ എന്താ സംഭവിച്ചത്? രണ്ടുപേരോട് ഇരുന്ന് കാര്യം പറയുന്നു.
ഓ എനിക്ക് നടന്നൊക്കെ Finally, equal ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Yes, yes, yes. Congratulations to Aishwarya and team. Yes, Amala, എന്താ പറയാനുള്ളത്? Come on, congrats, good job. And എന്താ പറയാനുള്ളത്? അല്ല അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ മൊത്തം എന്താ കൺഫ്യൂഷനായി. എങ്ങോട്ടൊക്കെ പോയി എല്ലാം ഒരേ കളറ്. അപ്പൊ കൺഫ്യൂഷൻ ആയി പോയി. എവിടെ പിന്നെ സൈഡിൽ പുറകിൽ എവിടുന്ന് കിട്ടി. ആ. പിന്നെ എറിഞ്ഞ് പിന്നെ ഇപ്പൊ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. കുട്ടിക്ക് മൊത്തത്തിൽ വെപ്രാളായി പോയി. എന്താ ലക്ഷ്മി, ചെയ്യേണ്ടെന്ന് പറയേണ്ടെന്ന് ലക്ഷ്മി, അറിയുന്നില്ല. ഒത്തുണ്ട്. ഈ നീൽ ക്യാപ്പ് ഇട്ടേക്കണം നോക്കി. ഇറങ്ങി പോയതാത്. കുഴപ്പമില്ല. റിലേ ചെറുതായിട്ട് കട്ടായോ? ഇല്ല. ഇല്ല. ദീപൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ബലൂൺസ് ഇട്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിൽ വേറൊരു സ്ട്രാറ്റജിയും കൂടി ഉണ്ട്. ഈ ടണലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ കളർ ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഒന്നും കാണൂല അല്ലേ? കളർ ബ്ലൈൻഡ്നെസ് ആവും. അതാണ്. യെസ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഐഷു ആണ് സാജിഷ് എന്ന ടീമിനെ റഫ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ ഗപ്പടിച്ചു കൊണ്ടുപോയിട്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഐഷു ആൻഡ് ടീം. അപ്പോ നമ്മുടെ സ്നേക് മാസ്റ്റർ എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് സാജിഷ് ടീമാണ്. ആൻഡ് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ഐശ്വര്യ. വെരി ഗുഡ്. ഈ നെൽസൺ ചേട്ടൻ പറയാണ് നീ ആദ്യം തോറ്റത് അപ്പൊ ഇതും തോൽവിയാന്ന്. ഓഹോ. പക്ഷെ നിങ്ങൾ ആരും കേൾക്കാത്ത ഒരു സത്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഐശ്വര്യം കൂടി പോയപ്പോ ഇല്ലെന്ന് പറയണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പോ അവിടെ ഞാൻ വിചാരിച്ചു അവർ കേട്ടിട്ടുണ്ടാവും വിചാരിച്ചു. നടുക്കെത്തിയപ്പോഴില്ലേ ഇവള് പറഞ്ഞ ചീത്തൊക്കെ ഒരു കൈ കണക്കൂല എന്ന് പറഞ്ഞത് ഞാൻ. പക്ഷേ നവീന അവിടെ സൈലന്റ് ആയിരുന്നു കേട്ടോ. അവിടെ മൊത്തത്തിൽ സൈലന്റ് ആയിരുന്നു അവിടെ. അല്ല എനിക്ക് തോന്നുന്നത് ഇദ്ദേഹമായിരുന്നു അതിൽ ജയിച്ചല്ലേ. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ഐശ്വര്യ ജയിച്ചത് നമ്മൾ പറഞ്ഞു. ഐശ്വര്യ ജയിച്ച് ഇപ്പൊ കളിച്ച് ഈ പാവപ്പെട്ട ഒരു മുയിലും കുട്ടിയുടെ അടുത്ത് കളിച്ച് ജയിച്ച പോലെ ഈ നമ്മുടെ ചുണത്തിന്റെ കൂടെ കളിച്ച് ഒന്നുകൂടി ജയിച്ച് കാണിക്കാൻ നമ്മൾ സമ്മതിക്കും. അല്ല നെൽസ, ഇതൊരു പെൺകുട്ടിയല്ലേ ഇത്. ഐഷു നമ്മൾ ഇതിൽ തളരരുത്. കാരണം ഇത് മൊത്തം പെൺകുട്ടികൾക്കുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ജിമ്മ പോരെ. അല്ല കാരണം ക്യാപ്റ്റൻ പറഞ്ഞതാണ്. എനിക്കത് മാത്രമല്ല ഇനിയും തെറിയേക്കാൻ വയ്യ എനിക്ക്. അല്ല പ്രശ്നം. കാരണം നേരത്തെ പറയുന്നു നമ്മളറിയാതെ ഇവരെ സംസാരിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട് എന്നൊക്കെ. എന്താ പറഞ്ഞോ? അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിടിച്ച് കടിച്ചോണം. എന്ത് ചെയ്യണം? നൈസായിട്ട് ഒരു മിനിറ്റ്. എന്തായാലും ക്ലാഷ് ആയിരിക്കുമല്ലോ. നൈസായിട്ട് ഒന്ന് പീഡിപ്പിച്ചേക്കാൻ. ഞാനാ ടൈപ്പല്ല. അല്ല താങ്കളല്ല ഐശ്വര്യോട് അങ്ങട്. സത്യം എന്നാ കാണാതെ പീഡിപ്പിക്കാൻ പോണെന്ന്. പീഡനവീര തുടങ്ങാം. കംപ്ലീറ്റ് അങ്ങനെയുള്ള. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ സ്നേക് മാസ്റ്റർ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഇവിടെ കഴിഞ്ഞു. ഇതിൽ ജയിച്ചത് സാൽചേട്ടൻ ടീമാണ്. പക്ഷേ തോറ്റ ടീമിന്റെ ക്യാപ്റ്റന് ചെറുതായിട്ട് കോംപ്ലാൻ വന്നു എന്നൊരു സംശയം. അപ്പൊ പുള്ളി പറഞ്ഞു ഇതൊന്നും ഒന്നുമല്ല, ഞങ്ങളുടെ ടീമിലെ മസിൽമാൻ അവനോട് ജയിച്ചു പോരാട് എന്നിട്ട് പറ ജയിച്ചു എന്ന്. അപ്പൊ വെല്ലുവിളി ഏറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഐഷു വന്നിരിക്കുകയാണ്. വേറൊരു പെൺകുട്ടി വന്നേക്കണം. അതെ. അപ്പൊ പെൺപടകൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു ചിയറിംഗ് കൊടുക്കണ്ടേ? പ്ലീസ് ടു ഐഷു. നവീൻ ഭായ് മസിലല്ല കാര്യം ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ സോ ഐഷു തുടങ്ങല്ലേ. ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും ഐഷുവിനോട് നവീൻ ഭായി കടിച്ച് പറിച്ചോളാനായിട്ട്. സോ ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. അവിടെ തല അങ്ങനെ വെച്ചോ. ഓക്കെ കറക്റ്റ്. കൂട്ടിന്റെ ഉള്ളില് കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. ഇത് മുഴുവൻ പൊളിച്ചു പോയി. മൊത്തം പൊളിച്ച് പറിച്ചിട്ടിട്ട് പോയി. ഇതാണ് പറയണേ കരിമ്പിൻകാട്ടില് ആന കയറിയുന്നുണ്ടാ. എന്താണിത്? കമ്പി മുഴുവൻ. കാരണം നവീനുണ്ടല്ലോ ഈ കരിമ്പിൻകാട്ടിൽ കയറണ പോലെ കേറിയിട്ട് എല്ലാ കരിമ്പിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വലിച്ചു വരിയിട്ടു. ഈ കമ്പികൾ മുഴുവൻ സ്റ്റക്കായി. നോക്ക് ഐശ്വര്യ ട്രാപ്ഡ് ആയി പോയി. അല്ല ഐശ്വര്യ ട്രാപ്ഡ് ആയതല്ല. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ സ്ലോ ആയി പോയി പുള്ളിക്കാരി. ഇവിടെ ഒരുമിച്ച് വന്നു. പക്ഷെ നീ എന്നെ ബ്ലോക്ക് ചെയ്യാൻ നോക്കി. അതാരും കണ്ടില്ല. ക്യാമറ പോലും കണ്ടില്ല. ചുമ്മാ പറയണ കേട്ടോ. ആദ്യമേ കളിച്ചപ്പോ ചേട്ടൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ വന്നപ്പോഴത്തേക്കും മാറിപ്പോയി ചേട്ടൻ. ഉത്തരം മുട്ടുമ്പോ കുഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല മോളെ.
ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല. നവീനെ വെച്ചിട്ട് ആർട്ട് ടീമിന് വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. എന്തായാലും ആ ഇത്രയും വലിയ മനുഷ്യനെ പെങ്കൊച്ചോട് മത്സരിച്ച് ജയിച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞു. അതാണ് നല്ലത്. ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമുക്ക് ഇവിടെ ഇരുന്നാലോ? നന്നായിരിക്കും അല്ലേ? എന്തായാലും ഐഷുവിന്റെ ലെവൽ ബെസ്റ്റ് ഐഷു നോക്കി. എന്തായാലും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വന്നതിന് ഐഷുവിന്റെ ആ ഒരു സ്പിരിറ്റിനായിട്ട് ഒരു വലിയ കാര്യം പ്ലീസ്. ലക്ഷ്മി പിന്നെ ഞങ്ങള് 24 മണിക്കൂറിൽ 20 മണിക്കൂർ ജിമ്മിലൊന്നല്ല സ്പെൻഡ് ചെയ്യണത്. ഇതില് ജിമ്മ് വേണ്ട, ഇതില് ബുദ്ധിമതി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ആ ഒരു ടൈറ്റിൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. അപ്പൊ ഞങ്ങള് ജയിച്ചതോ? ഇത് വെറുതെ ഇത് തമാശക്ക് ഇങ്ങനെ പെൺകുട്ടികൾ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, പെൺകുട്ടികൾ ഇങ്ങനെ ഐസ്ക്രീം പാർലറിലേക്ക് വിളിക്കും, കോഫി ഷോപ്പിലേക്ക് വിളിക്കും, അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ. പക്ഷെ നമ്മള് ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ട് സത്യം അത് മാത്രമേ നോക്കിയുള്ളൂ. നവീൻ നിന്നെ തോപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല, സത്യം. നിങ്ങൾ പോയില്ലേ ചേട്ടൻ, ആ വഴി പോയില്ലേ, പിന്നെ അവിടെ ഒരു ഒറ്റ റിങ്ങിലായിരുന്നു, എല്ലാം എന്റെ കഴുത്ത കുടുംബമായിരുന്നു. എനിവേസ് ഒരു വലിയ കഴിവ് കൊടുക്കാം. ഏതായാലും സ്നേക്ക് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് നമ്മുടെ സാക്ഷന്റെ ടീമാണ്. ബട്ട് ലാസ്റ്റ് ആ ഒരു ചാലഞ്ചിന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നവീൻ ഭായ് തന്നെയായിരുന്നു. ഐഷുന്റെ ആ ഒരു സ്പിരിറ്റിന് സ്നേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഗെയിം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചു മുട്ടുവേദന എടുക്കണമെന്നൊക്കെയാ പറയണേ. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഞങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ, ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും അടുത്ത ദിവസം കുറെ ഗെയിംസ് ഒക്കെ ആയിട്ട് വരാം അല്ലേ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം തമാർ പടാർ, പവർഡ് ബൈ ഈസ്റ്റേൺ, സേയിങ് ടാറ്റാ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.